സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 145 8-ാം തിരുവചനം. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സങ്കീർത്തനം 145-8 ദൈവത്തിൻ്റെ 4 തരത്തിലുള്ള ഗുണഗണങ്ങളാണ് നാം കാണുക. ഇത് നമുക്ക് ഇന്ന് പ്രഭാതം പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ദൈവം അസംഖ്യം ഗുണഗണങ്ങളുടെ ഉറവിടമാണ്. ദൈവത്തിൻ്റെ ഗുണഗണങ്ങൾ ദൈവസൃഷ്ടിയായ മനുഷ്യന് ഒരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താനാകില്ല. അതിൽ 4 ഗുണഗണങ്ങളാണ് 145-ാം സങ്കീർത്തനം 8-ാം തിരുവചനത്തിൽ നാം കാണുക. 1. ദൈവം കൃപയുള്ളവൻ. കൃപ എന്ന പദത്തിന് അർഹിക്കാത്ത ദാനമെന്ന് പറയാം. ഒരു മനുഷ്യൻ ദൈവത്തോടും മനുഷ്യരോടും പാപം ചെയ്ത് ക്ഷമയ്ക്കും ദയയ്ക്കും അനർഹനാണ്. പക്ഷേ ദൈവം ഈ മഹാഭാവിയെ ആഴമായി സ്നേഹിക്കുക നിമിത്തം തൻ്റെ കൃപ ആ മനുഷ്യന് നൽകുന്നു. ദാനമായി നൽകുന്ന ആ കൃപ അവൻ്റെ ഗതകാല പാപങ്ങളെ ഓർക്കാതെ വണ്ണം അവന് നന്മ ചൊരിയുന്നു. അതിനെ കൃപ എന്ന് വിളിക്കാം. അടുത്തതായി ഈ വചനത്തിൽ പറയുന്നത് കരുണ എന്നുള്ളതാണ്. അത് ദൈവത്തിൻ്റെ മനസ്സലിവാണ്. കരുണ കാണിക്കുന്ന ദൈവം, തൻ്റെ സൃഷ്ടിയോട് കരുണയുള്ളവനാണ് സർവശക്തനായ ദൈവം. പ്രത്യേകിച്ച് സൃഷ്ടിയുടെ മകുടമായ മർത്യനോട് കരുണയുള്ള ദൈവം. ദൈവം മനുഷ്യനായി യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ അനവധി വ്യക്തി ജീവിതങ്ങളോട് കരുണ കാട്ടി എന്ന് നാം കാണുന്നു. 38 വർഷം പക്ഷപാതം പിടിച്ച് എല്ലാ ചികിത്സകളും പരാജയപ്പെട്ട് ദൈവത്തിൻ്റെ കരുണയ്ക്കായി ദൈവസന്നിധിയിൽ വന്ന പക്ഷപാതക്കാരനോട് കരുണ ചെയ്ത് സൗഖ്യം കൊടുത്തവൻ. അതുപോലെ കുരുടന്മാർക്ക് അവരോട് മനസ്സരിഞ്ഞ് അവരോട് കരുണ ചെയ്ത ദൈവം. പാപികളോട് ക്ഷമിച്ച് കരുണ ചെയ്ത ദൈവം. എന്തിനേറെ, മരിച്ച 3 പേരുടെ ഭവനങ്ങളിൽ, കുടുംബങ്ങളിൽ പ്രിയപ്പെട്ടവരുടെ കണ്ണുനീര് കണ്ട് മനസ്സരിഞ്ഞ് കരുണ ചെയ്ത ദൈവം. 3 ദിവസം തൻ്റെ സന്നിധിയിലിരുന്ന് വചനം കേട്ട് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സത്യം ഗ്രഹിച്ചു കൊണ്ടിരുന്ന പുരുഷാരത്തോട് മനസ്സരിഞ്ഞ് അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലാതെ അവർ വിശന്ന് ആ സ്ഥിതിയിൽ അവരെ ഭവനങ്ങളിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ തളർന്നു വീഴും. അവരിൽ ചിലർ ദൂരദേശത്ത് നിന്ന് വന്നവരാണെന്ന് കണ്ട് കരുണ ചെയ്ത് അവർക്ക് അത്ഭുതകരമായ രീതിയിൽ ഭക്ഷണം വർദ്ധിപ്പിച്ച് നൽകിയവൻ. ഇതെല്ലാം ദൈവത്തിൻ്റെ കരുണയുടെ അടയാളപ്പെടുത്തലുകളാണ്. 3-ാമതായി ഈ വചനത്തിൽ കാണുന്നത് ദീർഘക്ഷമയുള്ളവനെന്നാണ്. ദീർഘക്ഷമ നമ്മുടെ അനവധിയായ പാപങ്ങളെ ക്ഷമിക്കുവാൻ കാരണമായിത്തീരുന്നു. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെതിരെ ഒരു തെറ്റ് ചെയ്താൽ പ്രതികാരം ചെയ്യുന്നു.
എന്നാൽ ദൈവമോ നാം പാപം ചെയ്യുമ്പോൾ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. നമ്മുടെ രൂപാന്തരം, നമ്മുടെ മാനസാന്തരം, നമ്മുടെ രക്ഷ ആഗ്രഹിച്ച് നമ്മോട് ദീർഘമായി ക്ഷമിക്കുന്നു. അവസാനമായി ഈ വചനത്തിൽ പറയുന്നത് മഹാദയ ഉള്ളവനെന്നാണ്. മഹാദയ ഉള്ളവൻ. ദൈവത്തിൻ്റെ ദയയുടെ പ്രത്യേകതയാണ് മഹാദയ എന്നുള്ളത്. മഹാദയ കാണിക്കുവാൻ മർത്യനാകില്ല. എന്നാൽ ദൈവം മനുഷ്യനോട് മഹാദയുള്ളവനാണ്. ഈ 4 വിധത്തിലുള്ള ഗുണഗണങ്ങൾ തന്നെ മർത്യന് ഈ ഭൂമിയിൽ ദൈവാനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് സന്തോഷത്തോടും സമാധാനത്തോടും അനുഗ്രഹത്തോടും കൂടെ ജീവിക്കുവാൻ മതിയായതാണ്. ആമേൻ.